ഇത് സിൽക്കി കോട്ടയിൽ ആപ്ലിക് വർക്ക് ആട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു സിൽക്കി കോട്ടയിൽ ആപ്ലിക് വർക്ക് കൊണ്ടുവരാമോ എന്ന്. അങ്ങനെ കൊണ്ടുവന്നതാണ്. ഈ ഗോൾഡൻ ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ, ഈ ആപ്ലിക് വർക്ക് ഫുള്ളായിട്ടും. ഇത് ഞാൻ വേർതിരിക്കുന്ന സെയിം കളറ് തന്നെ, പേൾ ക്രീം ഷെയ്ഡിൽ തന്നെ, പക്ഷേ ഇതിൻ്റെ ഡിസൈനിൽ മാറ്റമുണ്ട്. ഇതിൻ്റെ ആപ്ലിക് വർക്കുകൾ ഇങ്ങനെയാട്ടോ വരിക. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ലോവർ പോർഷനിൽ ഈ ആപ്ലിക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. അതുപോലെ സ്കാറ്റേർഡ് ആയിട്ടും എംബ്രോയ്ഡറി വർക്കും ലോവർ പോർഷനിൽ ആപ്ലിക് വർക്കും ആട്ടോ ഇതിൻ്റെ വരുന്നത്. റേറ്റ് 2539 തന്നെയാണ് വരിക. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്, പിസ്ത ഗ്രീൻ ഷെയ്ഡ്, പിങ്ക് ആൻഡ് പീച്ച്. ഇതൊരു പിങ്ക് ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിലുള്ള ആപ്ലിക് വർക്കുകൾ വരുന്നത്. ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഈ ആപ്ലിക് വർക്കുകളെല്ലാം വരുന്നത്. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഇതൊരു ചെറിയൊരു കോട്ടൺ മെറ്റീരിയലാണ് ബ്ലൗസ് പീസ് വരിക. സൈഡിൽ ഒരു ചെറിയൊരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരിക. സ്കാറ്റേർഡ് ആയിട്ട് തന്നെ ഈ ആപ്ലിക് വർക്കുകൾ വരുന്നുണ്ട്. 2539 ഈ സാരി വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിസൈനുകളെല്ലാം സെയിം തന്നെ. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. എല്ലാത്തേലും ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ എല്ലാം സെയിം തന്നെ, കളറിൽ മാത്രം മാറ്റുള്ളൂ. ഇതൊരു പീച്ച് ഷെയ്ഡ്.